വേണ്ട. പണിക്കൻകുടി, കൈലാസം, അടിമാലി, പനംകുട്ടി, കുമ്മളി. ഇതാണ് ഇവിടുന്നാണ്. ഇത് നമ്മുടെ മുള്ളൂർകുടി തൊട്ടടുത്ത ഒരു ചെറിയൊരു ടൗൺ ആണേ. മുള്ളൂർകുടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് ഇവിടുന്ന് തുടങ്ങുക. മുള്ളൂർകുടി ടൗൺ ചെറിയൊരു ടൗൺ. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചു പേരൊക്കെ നിൽപ്പുണ്ട്. എല്ലാരും കടയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെ, നമ്മുടെ വണ്ടിക്ക് വട്ടം വെക്കുന്നേ. ടൗണിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ കടലിൽ കൊണ്ട് പോകുന്നതാണ്. നമ്മള് വലിയ ആരും മൈൻഡ് ചെയ്യാവോ, കിട്ടുമോ, അത്രയും വേണം എത്തിക്കുക എന്നാണ്. സിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് പണിക്കൻകുടി ഫറൂഖ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ചെയ്യുന്നത്. ഇതാണ് ഇനി ഫറൂഖ് സിറ്റി എന്ന് പറയും. ഇത് മുള്ളൂർകുടി കഴിഞ്ഞിട്ടുള്ള സിറ്റിയാണ് ഫറൂഖ് സിറ്റി. ചെറിയൊരു 4-5 കടയൊക്കെ ഉള്ളു. മേളിലേക്ക് പോയാൽ മുനിയറ, നെടുങ്കണ്ടം, പണിക്കൻകുടി, പള്ളി, അതൊക്കെ. ഇത് 1 കിലോമീറ്റർ കഷ്ടി ഉള്ളു കേട്ടോ. നമ്മുടെ പണിക്കൻകുടി സിറ്റിയില് ഇത് വരുന്നതാണ് ഈ 3 ഫറൂഖ് സിറ്റി, സ്കൂൾ സിറ്റി, മേലത്തെ സിറ്റി. അങ്ങനെയാണ് ഇവിടെ എല്ലാരും പറയുന്നത്. ഇത് സ്കൂൾ സിറ്റി പണിക്കൻകുടി. ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ട് പഠിക്കുന്ന സ്കൂളാട്ടോ. അത് പണിത് വെച്ച് വെച്ചേക്കുന്നത് ഈ മണ്ഡലം പോലെ, പർവ്വം പോലെ പണിത് വെച്ചേക്കുന്നത്. ഇത് സ്കൂൾ ബസ്. അവിടുത്തെ ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുത്തവനെ ചെറുതായിട്ട്. ഇതാണ് പണിക്കൻകുടി, GHS പണിക്കൻകുടി. സ്കൂൾ ബസ് എല്ലാം അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പണി നടന്നുകൊണ്ടിരിക്കുക, പുതിയ ഇത് പണിതുകൊണ്ടിരിക്കുക. ഇത് സ്കൂൾ സിറ്റി. ഇത് കഴിഞ്ഞിട്ട് മേലത്തെ സിറ്റി. അത് തൊട്ടടുത്ത് തന്നെ കേട്ടോ, വലിയ വ്യത്യാസമില്ല. ഒരു നിസ്സാര സമയം, ഒരു വണ്ടിക്കൊക്കെ ആണെങ്കിൽ 2 മിനിറ്റ്. ഇതാണ് മേലത്തെ സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കള്ളെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് മെയിനായിട്ട് തിരിച്ചു പോയി. ഇത് മേളിലേക്ക് പോയ മീനാമൽ റോഡാണ് നമ്മുടെ ഫേമസ് ആയിട്ട്. മീനാമൽ റോഡ് അത് ഞങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ, ചുമയൊന്നുമല്ല. ഇത് പാറത്തോട് നമ്മുടെ ഇത് പാറത്തോടിലേക്ക് നമ്മൾ പോവാ. ഇത് കപ്പിയാർ സിറ്റി എന്ന് പറയും. ഇത് നമ്മുടെ കള്ള് ഷാപ്പ് ഉണ്ടോ? അത് കുഴപ്പമില്ലാത്ത ഇവിടുത്തെ കള്ളൊക്കെ ഉണ്ടോ? പണ്ടൊക്കെ നമ്മള് കയറി തിരക്കിക്കൊണ്ടിരുന്ന ഷാപ്പൊക്കെ അല്ലേ, അപ്പൊ അറിയാലോ. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പം 4-5 വർഷമായി ഇല്ല. ഇതാണ് നമ്മുടെ പാറത്തോട് സിറ്റി. അത്യാവശ്യം ഇച്ചിരി വലിപ്പമുണ്ട്, മറ്റുള്ള സിറ്റിയെക്കാളും ഇച്ചിരി കൂടുതലുണ്ട്. നമ്മുടെ ബാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാട്ടോ. SBI എല്ലാം സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഞാൻ വിളിച്ചായിരുന്നു. രാവിലെ എല്ലാം കട തുറക്കുന്നുള്ളു. ഇപ്പൊ സമയം തന്നെയായി. എട്ട് 13. ഇതിലെ മേളിലേക്ക് കയറി പോയ പാറത്തോട് ഞങ്ങളുടെ ഫൊറോനപ്പള്ളിയാണ്. പിന്നെ ഇത് ഏറെക്കുറെ ഇവിടെ കൊണ്ടൊക്കെ പാറത്തോട് സിറ്റി കഴിഞ്ഞു. ഇനി ഞങ്ങൾ മൃഗാശുപത്രി മറ്റേ അങ്ങനെ കൃഷിഭവന് ഒക്കെ ഇതിലെ ലെഫ്റ്റിലേക്ക് പോകും. ആ പൈക്കാരൻ പോയ വഴിക്ക് അങ്ങനെ പാറത്തോട് സിറ്റി ഇതോടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് കമ്പിളികണ്ടം സിറ്റി. ഇപ്പൊ അടുത്തത് കമ്പിളികണ്ടമാണ്. ഞങ്ങക്ക് പെട്രോളും ഡീസലൊക്കെ അടിക്കണമെങ്കിൽ ഞങ്ങക്ക് ഇവിടെ പമ്പിൽ വരണം. ഈ പമ്പാണ് ഇവിടുത്തെ കമ്പിളികണ്ടം. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് കൊടുക്കുന്നത് കമ്പിളികണ്ടം. ഞങ്ങക്ക് അവിടെ വീട്ടിൽ നിന്ന് ഞങ്ങക്ക് വരുമ്പോ പമ്പാണ് ആദ്യം.
ഫുള്ളാണ് പമ്പ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അടിക്കുന്നുള്ളൂ പെട്രോൾ. അപ്പം താഴെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കണമല്ലോ. അപ്പൊ അത് കാരണം ഒരു ഇവിടുന്നാണ് കമ്പിളികണ്ണം തുടങ്ങുന്നത്. ഈ കട പണ്ടൊരു പ്രാവശ്യം ഫോണിൽ വിളിച്ചു പറഞ്ഞോളൂ. ഫോൺ ഞങ്ങൾ പുള്ളിയുടെ നമ്പറുള്ള ഫോൺ ഞങ്ങൾക്ക് എടുക്കാൻ മറന്നുപോയി. ഈ കട തേടി കണ്ടുപിടിക്കും. ഏകദേശം അറിയാം. അപ്പം അതാണോ? അതല്ല, അതായി ഒന്ന് കട്ട് ചെയ്ത്